ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 4 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. സവാള ഒന്നിങ്ങനെ ചെറുതായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം മീഡിയം സൈസിലുള്ള 3 ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. നമ്മുടെ ടൊമാറ്റോവും സവാളയൊക്കെ നല്ല പോലെ ഒന്നിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ കൊറിയൻഡർ പൗഡറാണ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, നിങ്ങളുടെ കയ്യിൽ എരിവുള്ള ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത മസാല പൗഡറൊക്കെ ഈ ഗ്രേവിയിൽ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടിപ്പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് ചെമ്മീനാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചെമ്മീനിൽ ഇതിൻ്റെ ഗ്രേവിയെല്ലാം ഒന്ന് ഈ മസാലയെല്ലാം ഒന്ന് സെറ്റായി കിട്ടാനും വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇപ്പോൾ 8 മിനിറ്റായി. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനിതാ ഇതെല്ലാം കൂടെ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. ഇത് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി റോസ്റ്റ് തന്നെയാണ്. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത്. ഇതിന് വേറെ കറികളൊന്നും വേണ്ട, ഈ ഒരു റോസ്റ്റ് മാത്രം മതി. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.